അത് തന്നെ കുക്കറിനകത്തോട്ട് നമുക്ക് ഇറച്ചേക്കാം. ഉപ്പ് പൊടികൾ, ഇത് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മസാലയൊക്കെ പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കി നമ്മളൊരല്പം വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ ഈ ബീഫ് ഫ്രൈ ചെയ്ത് നമ്മൾ പരിപാടിക്കൊക്കെ ചെയ്യുന്നില്ല, അതേ രീതിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. വെളിച്ചെണ്ണ, എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങായിട്ട് വറ്റൽ മുളക്, 2 കുടം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു 3-4 പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില ഇവിടെ എൻ്റെ കൂട്ടത്തിൽ ചേർക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ തേങ്ങ വഴറ്റി ഉള്ളിയൊക്കെ വഴറ്റിയതിൻ്റെ അകത്തോട്ട് ചേർക്കണം. ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ ഫ്രൈ ആയി നല്ലപോലെ മൊരി വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. 2 സവാള ഞാൻ അരിഞ്ഞു വെച്ചാണ്. ഒരു മേളിലോട്ടൊരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ അതൊക്കെ ചേരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫൈനലായി എല്ലാം റെഡിയായി. എല്ലാവർക്കും നോക്കാം, എല്ലാവർക്കും ട്രൈ ചെയ്യാം.